താൻ തോറ്റാൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കണമെന്ന് പറഞ്ഞത് UDF-നുള്ള സോഫ്റ്റ് കോർണർ കൊണ്ടൊന്നും അല്ലെന്നാണ് PV അൻവർ പറയുന്നത്. നിലമ്പൂരിൽ പിണറായിസ്റ്റിനെതിരായ ജനവിധി ഉണ്ടാകും. ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ AP അനിൽകുമാർ വണ്ടൂർ MLA രഹസ്യ നീക്കം നടത്തിയെന്നും അദ്ദേഹത്തിന് പക്ഷമുണ്ട്. അനിൽകുമാറാണ് തനിക്കെതിരെ ചരട് വലിച്ചതെന്നും PV അൻവറിന്റെ ആക്ഷേപം. ദീപക് തർമ്മനം തയ്യാറാക്കിയ റിപ്പോർട്ട്. വെരി ഗുഡ് മോർണിംഗ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽ രണ്ട് മുന്നണികളും പറഞ്ഞത് PV അൻവർ ഒരു ഡിസൈഡിംഗ് ഫാക്ടർ അല്ല, ഘടകമല്ല എന്നുള്ളതാണ്. പക്ഷേ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം PV അൻവർ പിടിക്കുന്ന വോട്ട് എത്രയാണ് എന്നുള്ളതാണ് ഇരു മുന്നണികളും കണക്ക് കൂട്ടി അതിൽ ഒരു തീരുമാനത്തിലെത്താൻ പറ്റാത്തത്. ഒരുപക്ഷെ വിജയം ആർക്കായിരിക്കും എന്ന് പോലും തീരുമാനിക്കുന്നത് PV അൻവർ ആണ് എന്നുള്ളതാണ് രണ്ട് മുന്നണികളുടെയും ഇപ്പോഴത്തെ ഈ പോസ്റ്റ് പോൾ കണക്കുകളിൽ വരുന്നത്. അങ്ങനെ വോട്ടെടുപ്പിന് ശേഷമുള്ള കണക്കുകളിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്നത് PV അൻവറാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മോർണിംഗ് ഷോയിൽ PV അൻവർ അതിഥിയായി എത്തുകയാണ്. സ്വാഗതം. ആദ്യം തന്നെ ഒരു കാര്യം, ഇപ്പം SKN ഷോയിൽ നമുക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ആദ്യം അങ്ങൊരു ഘടകമല്ല എന്നായിരുന്നു രണ്ട് മുന്നണികളും പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ വോട്ടെടുപ്പിന് ശേഷം, വോട്ട് പെട്ടിയിലായതിനു ശേഷം അൻവറാണ് ജയവും പരാജയവും തീരുമാനിക്കുക എന്ന് രണ്ടുപേരും പറയുന്നുണ്ട്. രണ്ട് മുന്നണികളും അവരുടെ കണക്കിൽ പറയുന്നുണ്ട്. അങ്ങയുടെ കണക്ക് എങ്ങനെയാണ്? അല്ല, എൻ്റെ കണക്ക് ഇവിടെ ജനങ്ങൾ വിജയിക്കും. രണ്ട് മുന്നണികളുടെയും അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഞാൻ ഉയർത്തിയ വിഷയത്തെ, പിണറായിസത്തെ ഒരാൾ താലോലിക്കുന്ന ആളാണ്. പിണറായിസത്തെ കേരളം മുഴുവൻ നടന്ന് അതിൻ്റെ പ്രഭാഷണം നടത്തുന്ന ആളാണ്. രണ്ടാമത്തെ ആൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത്രയും വലിയ ഇഷ്യൂസ്, പിണറായിസവുമായി ബന്ധപ്പെട്ട പോലീസിലുണ്ടായ വിഷയങ്ങൾ, മലയോര മേഖലയിലെ ജനങ്ങൾക്കുണ്ടായ വിഷയങ്ങൾ, ഇന്ന് വരെ ആ വിഷയത്തിൽ പിണറായിക്കെതിരെ ഒരു വാക്ക് പറയാത്ത വ്യക്തിയാണ്. സ്വാഭാവികമായും ഞാൻ രാജിവെച്ച വിഷയം ഇത് മാത്രമാണ്. രാജിവെച്ച് ജനങ്ങൾ നേരിടുന്ന ആ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി അന്താരാഷ്ട്ര വിഷയങ്ങൾ ചർച്ച ചെയ്ത് ജനങ്ങളെ പറ്റിക്കാമെന്ന ഉദ്ദേശത്തിലാണ് തെരഞ്ഞെടുപ്പിനെ രണ്ട് മുന്നണിയും കൊണ്ടുപോയത്. അത് നിലമ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സാധാരണ ഇപ്പം എൻ്റെ വീട്ടിൽ രാവിലെയും വൈകുന്നേരം പുലി വരികയാണ്, കടുവ വരികയാണ്, ആന വരികയാണ്. എൻ്റെ ജീവിതവും വലിയ അവതാളത്തിലാണ്. ഞാൻ കോൺഗ്രസ് ആവാം, കമ്മ്യൂണിസ്റ്റ് ആവാം, BJP എന്തുമാകാം, ജീവനല്ലേ പ്രശ്നം. അപ്പോൾ ഞാൻ അതിനെതിരെ നിലപാടെടുക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമോ, അതോ എൻ്റെ അപ്പൻ വലിയ കോൺഗ്രസ് ആയിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, ഞാൻ കോൺഗ്രസിനെ വോട്ട് ചെയ്ത് നിൽക്കുമോ? ആ കാലമൊക്കെ കഴിഞ്ഞു. അത് തന്നെയാണ് നിലമ്പൂർ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങ് പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള വോട്ടുണ്ടാവുന്നതാണോ? അങ്ങ് വിജയിക്കുമെന്നാണ് നേരത്തെയൊക്കെ പറഞ്ഞത്. അപ്പോൾ സാധാരണഗതിയിൽ LDF UDF നമുക്കൊരു വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ അങ്ങ് വിജയിക്കുന്ന ഒരു സാധ്യത കാണാനില്ലെന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടലുകളിൽ. അപ്പോൾ അങ്ങ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് വിജയിക്കുന്നു പറയുന്നത്? എല്ലാ കണക്കൂട്ടലുകളൊന്നും ഇവിടെ നടക്കില്ല. ഞാൻ മനസ്സിലാക്കുന്നതും വിശ്വസിക്കുന്നതും. ഇത്രയും വലിയ ഒരു ജീവൽ പ്രശ്നത്തിൻ്റെ മുകളിൽ ഒരു പോരാട്ടം നടക്കുമ്പോൾ അതിന് എൻ്റെ ജീവനും എൻ്റെ ജീവിതവും എൻ്റെ MLA-ഷിപ്പും സമർപ്പിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഈ ആളുകളോട് ഈ കാര്യങ്ങൾ നിരന്തരമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സാധാരണക്കാരായ മനുഷ്യരത് ഉൾക്കൊള്ളുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് കേരള രാഷ്ട്രീയത്തിൽ പുറന്തള്ളപ്പെട്ടാൽ ഇത്തരം വിഷയങ്ങൾ ഇനി ആര് ടേക്കപ്പ് ചെയ്യും? രണ്ട് മുന്നണികളുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ, നേതാക്കളുടെ അനുഷ്ഠാനങ്ങൾ നോക്കിയിട്ട് നിലപാടെടുക്കുന്ന രാഷ്ട്രീയത്തിന് മുൻഗണന കിട്ടുകയും ജനങ്ങൾക്ക് വേണ്ടി നിലപാടെടുത്തവൻ ജനങ്ങളാൽ തിരസ്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ നിലനിന്നാൽ ആരേറ്റെടുക്കും? അത് മനസ്സിലാക്കാനുള്ള വിവരം അതിൻ്റെ സ്കൂളിലൊന്നും പോകണ്ടല്ലോ. അവനവൻ്റെ ജീവിത പ്രശ്നമാണല്ലോ, അതുണ്ടാവും ഞാൻ കണക്കാക്കുന്നത്. ഇപ്പോൾ പഞ്ചായത്തുകളിൽ നിന്നുള്ള വോട്ട് വരുന്നു, വഴിക്കടവ് ആദ്യം എണ്ണുന്നു. അപ്പം എവിടുന്ന് മുതൽ ഒരു ലീഡ് കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ വഴിക്കടവും അമരമ്പലവും വളരെ നിർണായകമാണല്ലോ. മാത്രമല്ല ഒന്ന് മുനിസിപ്പാലിറ്റി അങ്ങയുടെ ഒരു സ്വാധീന കേന്ദ്രമാണെന്നാണ് രണ്ട് മുന്നണിയും പറയുന്നത്. അപ്പോൾ അങ്ങ് എവിടെ നിന്നൊക്കെയാണ് കൂടുതൽ വോട്ടുകൾ പ്രതീക്ഷിക്കുന്നത്? ഇതിൽ മാജിക് ഒന്നുമില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ഉൾക്കൊണ്ടതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ രീതിയിലുള്ള എന്താ പറയുക, ഒരു പെർഫോമൻസ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഫീലിങ്സ് അത് ആത്മാർത്ഥവും സത്യസന്ധപരമാണെങ്കിൽ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ലീഡ് ചെയ്യും. അതിൽ സാധ്യത കൂടുതലുള്ള പഞ്ചായത്തുകൾ അതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു സാധ്യത കൂടുതലും അങ്ങനെ പറയാനൊന്നുമില്ല. എല്ലായിടത്തും ഒരേപോലെയുള്ള പൾസാണ്. പിന്നെ വഴിക്കടവ് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പഞ്ചായത്താണ്. മുനിസിപ്പാലിറ്റിയിൽ അതേ വോട്ട് അവിടെ ഉണ്ട്. ആ നിലക്ക് അവിടെ കൂടുതൽ വോട്ടുകൾ വരുമായിരിക്കാം. അവിടെ ലീഡ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. ഈ അങ്ങ് വിജയിക്കുമെന്ന് പറയുമ്പോഴും അങ്ങ് വിജയിച്ചില്ലെങ്കിൽ ആര് വിജയിക്കുമെന്നൊരു ചോദ്യമുണ്ട്. അങ്ങ് അതിന് പറയുന്നത് UDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ്. ഇപ്പോഴും അങ്ങേക്കൊരു UDF സോഫ്റ്റ് കോർണർ ഉണ്ടോ? അതല്ല, നമ്മൾ പിണറായിസത്തിനെതിരല്ലേ? പിണറായിസമാണല്ലോ
ഇതിൻ്റെയൊക്കെ അടിസ്ഥാനശില. എതിരെയുള്ള പോരാട്ടമാണല്ലോ നടത്തിയത്. പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടത്തിന് UDF കണ്ടെത്തിയ സ്ഥാനാർത്ഥി പിണറായിസത്തെ എതിർക്കാനുള്ള ക്യാപ്റ്റൻഷിപ്പിന് അർഹനല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഒരിക്കലും പിണറായിയെ ഇല്ലെങ്കിൽ പിണറായിസത്തെ എതിർത്തിട്ടില്ല. അതാണല്ലോ എനിക്കുള്ള അഭിപ്രായ വ്യത്യാസം. അപ്പോൾ നമ്മളൊരു യുദ്ധം നയിക്കുമ്പോൾ ഷൗക്കത്തുമായിട്ട് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസം ഇല്ല. ഷൗക്കത്ത് പിണറായിക്ക് എതിരല്ല എന്നുള്ളതാണ് അഭിപ്രായ വ്യത്യാസം. അല്ല, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇതിൽ വിഷയം. ഞാനും ഷൗക്കത്തും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് പിണറായിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ 10-1 പോലും ഇല്ല. ആത്യന്തികമായ ലക്ഷ്യം നമുക്ക് എന്താ പറയുക, പിണറായിസമാണ്. അതിൻ്റെ ഒരു വക്കത്ത് പോലും എന്താ പറയുക അദ്ദേഹമായിട്ട് അഭിപ്രായ വ്യത്യാസം എനിക്ക് വരുന്നില്ല. അദ്ദേഹത്തെ എതിർക്കാനുണ്ടായ ഒരു കാരണം അതാണ്. കാരണം ഒരു 50,000 വോട്ടിന് ജോയി അല്ലെങ്കിൽ മറ്റൊരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ജയിക്കേണ്ട ഒരു സ്ഥാനത്ത് ഇദ്ദേഹത്തെ പോലെ ഒരാളെ കൊണ്ടുപോയിട്ട് ഞെരുങ്ങിയല്ല ജയിക്കേണ്ടത്. ഞാൻ രാജിവെച്ച എന്തിനാ? ആരെ MLA ആക്കാനല്ല. 3ാം ടേം മുഖ്യമന്ത്രി പിണറായി ഇതാ വരുന്നു, LDF വരുന്നു എന്ന വ്യാജ പ്രചരണം ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇലക്ഷനിൽ നന്നായിട്ട് ബാധിക്കുന്നൊരു വിഷയം കൂടിയാണ്. അപ്പം അതല്ല വസ്തുത. ഇതാ നിലമ്പൂരിലെ ജനങ്ങളിലേക്ക് നോക്കൂ. ഇത്രയും വോട്ടിന് ഇതാ പിണറായിക്കെതിരെ UDFന്റെ സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുന്നു എന്ന വസ്തുത കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ മുന്നിൽ എത്തിക്കാനാണ് ഞാൻ രാജിവെച്ചത്. രാജിവെച്ചപ്പോഴേ ഞാനത് പറഞ്ഞ പിണറായിസത്തിൻ്റെ അവസാനത്തെ ആണി അവിടുന്ന് ഞാൻ അടിക്കും എന്ന് ഞാൻ പറഞ്ഞതാണ്. ആ എല്ലാ സാധ്യതകളെയും ഇവർ തട്ടിമാറ്റി. ഷൗക്കത്ത് ഞെരുങ്ങി ജയിച്ചിട്ട് കാര്യമില്ലല്ലോ. അതെങ്ങനെയാ ഒരു 3ാം ടേമിൻ്റെ സൂചകമായി നമുക്ക് കാണിക്കാൻ പറ്റില്ല. അതൊക്കെയാണ് ഇതിൻ്റെ വസ്തുത. പക്ഷെ ആ വസ്തുതകളൊന്നും കേൾക്കാനോ ആ വസ്തുത ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനോ സതീശനെ സാധിച്ചില്ല. അദ്ദേഹത്തിന് നയിച്ചത് വേറെ എന്തൊക്കെയോ വികാരങ്ങളാണ്. പിണറായി ആയിട്ടായിരുന്നു ആദ്യം അകന്നത്. പിന്നെ അത് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ്. ഒരു പക്ഷേ പിണറായിസ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സതീശനിസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണല്ലോ അങ്ങും സതീശനും തമ്മിലുള്ള ഒരു അകൽച്ചയിൽ നിന്ന് മനസ്സിലാവുന്നു. അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം എടുക്കേണ്ട നിലപാടല്ലല്ലോ അദ്ദേഹം എടുത്തത്. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ നിലപാടെടുക്കാൻ പറ്റില്ല. അദ്ദേഹത്തെ ഇതിന് പ്രേരിപ്പിച്ച പല ഘടകങ്ങളുണ്ട്. അത് പലതുണ്ട്. അത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഒന്ന് ഞാൻ പറഞ്ഞത് CM അദ്ദേഹത്തെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പറവൂർ സീറ്റിൻ്റെ കാര്യത്തിൽ. താങ്കൾക്കറിയാലോ, കഴിഞ്ഞ 25 വർഷമായിട്ട് CPI ആണ് അവിടെ മത്സരിക്കുന്നത്. ഒരാളും അറിയാത്ത എന്താ പറയുക ഈ നെക്സസിൻ്റെ ഭാഗമായിട്ടുള്ള ചില അണ്ടർസ്റ്റാൻഡിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇദ്ദേഹം ജയിച്ചു പോരും. ഒരു എതിരാളി അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അവിടെ ശക്തനായ എതിരാളി ഉണ്ടാവും. അദ്ദേഹത്തെ നിയമസഭ കാണിക്കില്ല എന്നതാണ് ഒരു ഭീഷണി. രണ്ടാമത്തെ പുനർജനി, അതിന് ഫയൽ വിജിലൻസ് അന്വേഷണം കഴിഞ്ഞ ടേബിളിൽ കിടക്കുകയാണല്ലോ. CM ഒപ്പിട്ടാതെ FIR ആയി പോകും. ഇത് രണ്ടും തന്നെയാണ് ആ ഭാഗത്തുനിന്ന് ഭീഷണി. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഇതിലേക്ക് എത്തിച്ചതിൻ്റെ ഒരു പ്രധാന ഘടകം AP അനിൽകുമാറാണ്, വണ്ടൂർ MLA. മനസ്സിലായില്ലേ? വണ്ടൂർ MLAക്ക് അറിയാം ഷൗക്കത്ത് മത്സരിച്ചാൽ എന്താകുന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താ? മലപ്പുറത്ത് ഒറ്റ MLA മതി, അദ്ദേഹം മാത്രം മതി. രണ്ടാമത്തെ കാര്യം, ഷൗക്കത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വണ്ടൂരിൽ ചില പ്രയാസങ്ങൾ ഷൗക്കത്ത് ഉണ്ടാക്കും എന്ന് ഷൗക്കത്ത് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പം 2 കാര്യം നടക്കും. ഷൗക്കത്തിന് സീറ്റ് കൊടുക്കലും നടക്കും, അദ്ദേഹത്തിൻ്റെ പരാജയം നടക്കും. മനസ്സിലായോ? അപ്പം അതിനെ മറ്റൊരു രീതിയിൽ ഞാൻ മത്സരിച്ച 2000-3000 വോട്ടേ കിട്ടുകയുള്ളൂ എന്ന കണക്കുണ്ടാക്കി കൊടുക്കുന്നത് AP അനിൽകുമാറാണ്. മനസ്സിലായില്ലേ? അപ്പം ഈ പറയുന്ന KC ആയിട്ടൊക്കെ ഉള്ള അടുപ്പുള്ളത് കൊണ്ടും കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് നാട്ടിലുണ്ടല്ലോ. അപ്പോൾ അനിൽ പറയുന്നതിലൊരു വസ്തുത ഉണ്ട് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാന ഘടകം അനിൽ തന്നെയാണ്. അനിൽ കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഫ്രീ ആയിട്ട് ജയിച്ചു പോവല്ലേ. ഇനി ജയിക്കില്ല എന്നുള്ളത് നമുക്ക് നോക്കാം. അൻവറിനെ വെട്ടിയതിൽ അപ്പോൾ KC വേണുഗോപാൽ, VD സതീശൻ, അതിൽ അനിൽകുമാറിനൊരു നിർണായക പങ്കുണ്ടെന്നാണോ? പിന്നെന്ത് തർക്കം? അവൻ്റെ നിർണായക പങ്ക് അത് സതുദ്ദേശത്തോടു കൂടിയല്ല. നല്ല രസം. ഷൗക്കത്തിനെ എന്താ പറയുക ഈ പാലിൽ വിഷം ചേർത്തിട്ടാണ് അവൻ കാണുന്നത്. കാരണം ഷൗക്കത്ത് എന്തായാലും ഇതിൽ മരിച്ചു പോകും. പിന്നെ ഇനി രക്ഷയൊന്നുമില്ല. മലപ്പുറത്ത് വേറെ MLA ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഷൗക്കത്ത് അടുത്ത തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തെ സഹായിക്കും ചെയ്യും. കാരണം അദ്ദേഹത്തിനോടൊപ്പം സ്ട്രോങ് ആയിട്ട് നിന്നാണല്ലോ. അപ്പോൾ ആ ശല്യം ഒഴിവാക്കുക. അതുകൊണ്ട് അങ്ങോട്ട് ജയിച്ച് കയറാം അവിടെ എന്നുള്ളത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സീറ്റ് ഉറപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. PV അൻവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് നടക്കൂല. മനസ്സിലായില്ലേ? അനിൽകുമാറിന് മറുപടി കൊടുത്തു. അനിൽകുമാർ നിയമസഭ കാണില്ല, ഇതാണ് നിലപാടെങ്കിൽ ഞാൻ അതിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞു. കുറെ കാലമായി ആളെ പറ്റിച്ച് നടക്കുന്നത്. അപ്പം ഇവിടെ ഒരു ആൻറ്റി പിണറായിസം, ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കേണ്ട സംസ്ഥാന UDFന്റെ നേതൃത്വം ആത്മാർത്ഥമായി പരിശ്രമിക്കുമ്പോൾ അതിന് എന്താ പറയുക ഘടകവിരുദ്ധമായി പാരവച്ചവനായ AP അനിൽകുമാർ പിണറായിസത്തെ സഹായിക്കുന്ന നിലപാടാണ് അനിൽകുമാർ എടുത്തത്. അത് അവിടുത്തെ ജനങ്ങൾക്ക് അറിയും. ഈ അവസാന മിനിറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാതിരാത്രി ഇങ്ങോട്ടേക്ക് അയച്ച ഒരു സംഭവം ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ഈ അനിലൊക്കെ അറിഞ്ഞുകൊണ്ട് നടന്നൊരു ഡ്രാമയായിരുന്നു അതോ? അതിൽ സത്യസന്ധമായി പറയാലോ, അതിൽ അങ്ങനത്തെ മാങ്കൂട്ടം ഒളിച്ചു വരികയോ അല്ലെങ്കിൽ വേറെ രീതിയിൽ വരികയോ ഒന്നും ചെയ്ത് അതെ എന്നെ വിളിച്ച്. കാരണം എന്നോട് നമുക്ക് സ്വകാര്യമായി കാണുന്നത് എവിടെയുള്ളൂ വെച്ച് വീട്ടിലാണ്.
8 മണിക്ക് എന്നെ വിളിക്കുന്നത്, കാണല്ലോ എന്ന് പറഞ്ഞാൽ കൂടെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ പുള്ളി വിളിക്കുന്ന ഒരു 9:30 10 മണി 10 മണിയെന്ന് തോന്നുന്നു. അപ്പോൾ വീട് നിറയെ ആളാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ബാക്കിൽ കാറ് നിർത്തിയിട്ട് അതിലെ കയറി വരാം. അതുണ്ടായിട്ടില്ല. അദ്ദേഹം വളരെ ഓപ്പണായിട്ട് വരുമ്പോൾ തന്നെ ഇവിടുത്തെ നമ്മളെ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ കാരണം വി ഡി സതീശന്റെ ഏറ്റവും വലങ്കൈയായ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, അപ്പോൾ വി ഡി അറിയാതെ എന്തായാലും വരാൻ സാധ്യതയില്ലല്ലോ. അല്ല, അതെല്ലാം പറയുന്നത് അതൊന്നും എനിക്കറിയില്ല. അദ്ദേഹം ഒളിച്ചല്ല വന്നത്, മനസ്സിലായി. അദ്ദേഹം വരുമ്പോൾ വീട് നിറയെ ആളുണ്ട്, പോകുമ്പോഴും ആളുണ്ട്. ആ കൂട്ടത്തിൽ ആരോ ഫോട്ടോ എടുത്ത് നമുക്ക് ആരോ ഫോട്ടോ എടുത്ത് എന്നറിയില്ല. ഒളിച്ചു വരികയാണെങ്കിൽ ഞാൻ ഒരിക്കലും കെ സുധാകരനെ ഒരാഴ്ച മുമ്പ് ഞാൻ കണ്ടിരുന്നല്ലോ. ഞാൻ ആരുടെയും പറഞ്ഞിരുന്നോ? കെ സുധാകരൻ പറയുമ്പോഴാണ് അത് അറിയുന്നത്. നമ്മൾ പ്രൈവറ്റായിട്ട് പലരെയും കണ്ടിട്ട്, ഈ രാഹുൽ മാങ്കൂട്ടരനെ തന്നെ പാലക്കാട് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ ചോദിക്ക്, ഞാൻ ആരുടെയും പറഞ്ഞു, സ്വകാര്യമായിട്ടാണ് കണ്ടത്, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളുടെ ഒരു ഇൻറ്റഗ്രിറ്റിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അതിൽ അദ്ദേഹം ഒളിച്ചൊന്നല്ല വന്നത്, അദ്ദേഹം നേരെ തന്നെ വന്നത്. പിന്നീട് അത് ഇഷ്യൂസായി, അത്രയേ ഉള്ളൂ. അല്ല, അത് ശരിക്കും സതീശൻ അറിഞ്ഞുകൊണ്ട് അയച്ചതായിരുന്നു. എന്തായിരുന്നു ആ ഒരു കോൺവെർസേഷൻ്റെ പ്രധാനപ്പെട്ട രത്ന ചുരുക്കം? ഇപ്പോഴെങ്കിലും പറയാലോ, കാരണം അങ്ങേക്ക് പണി കിട്ടി, അങ്ങ് ഈ രീതിയിലായതിനു ശേഷം ഇനിയിപ്പം ജനവിധി വരികയാണ്, വോട്ട് പെട്ടിയിലായി. എന്തായിരുന്നു ആ രഹസ്യ കൂടി? അത് രാഹുൽ മാങ്കൂട്ടം സിൻസിയറായിട്ടാണ് എൻ്റെ അടുത്ത് വന്നതെന്ന് വിശ്വസിക്കുന്നതാണ്. അദ്ദേഹം നമ്മളെങ്ങനെയെങ്കിലും എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഒന്നിച്ച് പോകണം. അദ്ദേഹം ഒരുപാട് ഈ ഫൈറ്റ് നടത്തി ജയിലിൽ പോയ ആളുകളും വിഷമം അനുഭവിച്ച ഒരു വ്യക്തി കൂടിയാണ്. അതാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്. പിണറായി സത്തിന്റെ മറ്റൊരു ഇരയാണ് രാഹുൽ. ആ നിലക്ക് അദ്ദേഹത്തിന്റെ ഒരു ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് തന്നെ. പക്ഷെ ഞാൻ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഞാൻ എന്ത് പറയാനാണ്. ഏതായാലും ഇക്കങ്ങൾ നോക്ക്, എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കുക. വളരെ സൗഹൃദപരമായിട്ടാണ് പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ ജനവിധി വന്നാൽ അൻവർ ജയിച്ചാലും തോറ്റാലും എന്താണ് ഇനി തുടർ നീക്കങ്ങൾ? പ്രത്യേകിച്ചും കേരളത്തിലൊരു മുന്നണിയിലില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമാകുമോ? പിന്നെന്താ രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമാകാത്തത്? രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും MLA ആവുക, മന്ത്രിയാവുക, ജയിക്കുക എന്നതാണ് നമ്മുടെ ധാരണ. അതല്ലല്ലോ രാഷ്ട്രീയ പ്രവർത്തനം. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ സാമൂഹിക പ്രവർത്തനമായിട്ടാണ് ഇന്ന് വരെ കണ്ടിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നടത്തുന്നത്. അപ്പം നാളെയും ഈ പോരാട്ടം നടത്താൻ ഞാൻ ആരുടെയും ഊരമലല്ല, ഞാൻ എൻ്റെ കാലിലാണ് നിൽക്കുന്നത്, സ്വന്തം കാലിലാണ് നിൽക്കുന്നത്. ആ സ്വന്തം കാലിൽ നിൽക്കാനുള്ള എൻ്റെ സ്ട്രെങ്ത് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരാണ്. അത് എല്ലാ ഘട്ടത്തിലും ഉണ്ട്. ആദ്യമായിട്ടല്ലല്ലോ PV അൻവർ സ്വതന്ത്രനായി മത്സരിക്കുന്നത്. ഇത് 3ാമത്തെ 4ാമത്തെ തെരഞ്ഞെടുപ്പാണ് മത്സരിക്കുന്നത്. അതൊന്നും ഇവരാരെയും കൂട്ടിയിട്ടല്ല, ഈ ജനങ്ങളെ കൂട്ടിയിട്ടാണ്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി PV അൻവറിന്റെ രാഷ്ട്രീയ ശക്തി ജനത്തിന്, കേരളത്തിന് ബോധ്യപ്പെടും. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ രാഷ്ട്രീയത്തിൽ ഇനി എന്തെല്ലാം സംഭവിക്കാനിരിക്കുന്നത്. ഇതങ്ങനെ ഒരു തെരഞ്ഞെടുപ്പായിട്ട് കണ്ടാൽ മതി, അത്രയേ ഉള്ളൂ. ഭാവി പരിപാടികൾ 23 തീയതിക്ക് ശേഷം നമ്മളൊരു 1 വീക്കിൽ കൂടിയാലോചനകൾ നടത്തിയിട്ട് മുന്നോട്ട് പോകും. എന്തായാലും ഈ മലയോര വിഷയം ഉയർത്തിക്കൊണ്ട് ഞങ്ങളിവിടെ കേരളത്തിലുണ്ടാവും. ഈ മലയോര വിഷയത്തെ അഡ്രസ്സ് ചെയ്യാതെ ഇരു മുന്നണിക്കും കേരളത്തിൽ ജയിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് നിൽക്കുന്നത് കടലോര വിഷയങ്ങൾ. കടലോര വിഷയവും ഈ CRZ പ്രശ്നങ്ങളും മറ്റും വളരെ രൂക്ഷ. നമ്മളൊരു സമരം നടത്താൻ വേണ്ടി നിന്നാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ മലയോര മേഖലയിൽ ഈ പറയുന്ന, അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഏറനാട്, വണ്ടൂര്, പെരിന്തൽമണ്ണ, കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, കുറ്റിയാടി, ആ ഭാഗത്തേക്ക്, ഇവിടെ ഇങ്ങനെ മണ്ണാർക്കാട്, നെന്മാറ തുടങ്ങിയിട്ടുള്ള ഇവിടെ ഒരു 10-15 മലയോര മേഖലയിൽ നമ്മൾ ശക്തമായ പോരാട്ടം നടത്താനുള്ള പരിശ്രമം നമ്മളിപ്പോൾ തന്നെ സംഘടനാപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ഈ കടലോര മേഖലയിൽ ചില സീറ്റുകൾ, ഇപ്പോൾ ഈ പറവൂരെന്തായാലും നമ്മൾ മത്സരിക്കും. പറവൂരടക്കമുള്ള കടലോര മേഖലകളിൽ ഒരു 10-20 സീറ്റ്, മൊത്തം ഒരു 25 സീറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 15% വോട്ട് നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിനും തെരഞ്ഞെടുപ്പ് മത്സരിക്കാനുമുള്ള കംപ്ലീറ്റ് ഫൈനാൻഷ്യൽ സപ്പോർട്ട് AITC നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആകെയുള്ള ഒരു പ്രതിസന്ധി ഈ ഇത്രയും സീറ്റ് മത്സരിക്കുമ്പോൾ അതിന് ആവശ്യമായ രീതിയിലുള്ള ആകെ ഒരു കണ്ടീഷൻ അതേ ഉള്ളൂ, സ്വതന്ത്രമായി മത്സരിച്ച് 5% വോട്ട് വാങ്ങണമെന്നുള്ളത്. അപ്പോൾ അതിനാവശ്യമായ എത്ര കോടി രൂപയാണെങ്കിലും പാർട്ടി പ്രവർത്തനത്തിലെ ഫണ്ടും തെരഞ്ഞെടുപ്പിനുള്ളതും അവരുടെ സപ്പോർട്ട് കിട്ടും. ഇപ്പം അവരെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ ഒരു സപ്പോർട്ട് ഫിനാൻഷ്യലായിട്ടും അല്ലാതെ സംഘടനാപരമായി? അല്ല, അവർ ചോദിച്ചിരുന്നു, ഞാനൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ദാരിദ്ര്യത്തിലിരിക്കുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞു? അല്ല, ആ ദാരിദ്ര്യമൊക്കെ നമ്മൾ മാനേജ് ചെയ്തല്ലോ. അതൊന്നുമല്ല, നമ്മളുടെ ഒരു പൊസിഷൻ ഇപ്പോൾ ഈ പറയുന്നത് ചിഹ്നത്തിൽ മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ വേണമെന്ന് പറയുന്നു. അപ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരുപാട് കളവ് അവിടെ പോയി പറയാനും ഇൻഫോം ചെയ്യാനൊക്കെ പല ആളുകളുണ്ട്. അപ്പോൾ നമ്മളെന്തെങ്കിലും അവർ കാശ് തന്നു, ആ കാശ് ദുർവിനിയോഗം നടത്തി എന്നുള്ള ഒരു ചിന്തയിലേക്കൊന്നും ആരെയും തള്ളിവിടണം. ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവർ പല ഘട്ടത്തിൽ വിളിച്ചിരുന്നു, അപ്പോൾ അവസാന ഘട്ടത്തിൽ വിളിച്ചിരുന്നു, ഞാൻ വേണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളത് മാനേജ് ചെയ്തിട്ടുണ്ട്. ദീദിയെ കാണാൻ ഇനി സന്തോഷത്തോടെയുള്ള യാത്രയപ്പാ? അല്ല, തീർച്ചയായിട്ടും ദീദിയെ ഇപ്പം കാണാതിരിക്കാൻ കഴിയില്ല. ഈ പൊളിറ്റിക്സുമായി നമ്മൾ പോകുമ്പോൾ നമുക്കതിൻ്റെ ആവശ്യമാണല്ലോ.
അപ്പോൾ തീരുമാനിച്ചിട്ടില്ല, നാളത്തെ കഴിയട്ടെ എന്നിട്ടാണ്. അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ ഡിസൈഡിങ് ഫാക്ടർ അല്ല എന്ന് പറഞ്ഞവർക്കുള്ളൊരു മറുപടി ഈ തെരഞ്ഞെടുപ്പ് നൽകും. 100%. അൻവർ പോയിട്ട് രോമം പോയിട്ടില്ല എന്നാണ് CPM ലീഡർഷിപ്പ് ചിലരൊക്കെ പറഞ്ഞു, വളരെ കുറഞ്ഞ ആളുകൾ. പിന്നെ അൻവർ 2000 വോട്ട് 3000 വോട്ട് പിടിക്കുന്നതാണ് ഈ പറയുന്ന മറ്റു നേതാക്കളും പറഞ്ഞത്. അതൊക്കെ ജനം തീരുമാനിക്കട്ടെ എന്ന്. ഫാക്ടറാണോ അല്ലേ, രോമം പോയോ അതോ തല മൊത്തം മുട്ടയടിച്ചോ എന്നൊക്കെ ജനം തീരുമാനിക്കട്ടെ. ജനത്തിന് വിട്ടുകൊടുത്തിരിക്കല്ലേ, ഞാൻ പിന്നെ എന്തിനാ ബേജാറാവുന്നത്? ഞാനൊരു തിരക്കില്ലാത്ത രാഷ്ട്രീയക്കാരന്, പിന്നെ മോഹങ്ങളില്ലാത്ത വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്കിതിലൊന്നും വരാനില്ല, ഒന്നും വരാനില്ല, മനസ്സിലായില്ല. പിന്നെ ഒരു ജീവനാണ്, അതപ്പോൾ പിണറായി എടുക്കുന്നതാണ്, അത് എടുത്തോട്ടെ, കുഴപ്പമില്ല. അതിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരു ഓട്ടോറിക്ഷ ഒന്ന് തട്ടിയാൽ ഞാൻ വീഴും, ഒരു സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഒന്ന് എന്താ പറയുക തലയടിച്ച് വീണാലും. അപ്പം ജീവിതം അവസാനിക്കുന്ന മരണം നമ്മുടെ വിശ്വാസപ്രകാരം അത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. ആ മരണസ്ഥലത്തേക്ക് ആ സമയത്ത് നിങ്ങൾ നടന്നടുക്കുക തന്നെ ചെയ്യും. ഒരു സെക്കൻഡ് അത് മുന്തിക്കുകയോ പിന്തിക്കുകയോ ഇല്ല എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ വിശ്വാസിയാണ് ഞാൻ. പിന്നെ ആരെയും പേടിക്കേണ്ടത്? എൻ്റെ മരണം രേഖപ്പെടുത്തപ്പെട്ടതാണ്. ആ സമയത്ത് അത് സംഭവിക്കും. അതിനിപ്പോൾ TP ചന്ദ്രശേഖരൻ്റെ പോലെ പിണറായിൻ്റെ കൈ കൊണ്ടാണെങ്കിൽ അത് നടക്കട്ടെ എന്ന്. അതിനിപ്പോൾ പേടിച്ച് വീട്ടിലിരിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അത്രേ ഉള്ളൂ. അതിലൊന്നും വലിയ കാര്യമില്ല. അവസാനമായിട്ടൊരു ചോദ്യം. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അങ്ങേ ശാരീരികമായി ക്ഷീണിപ്പിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇനി എന്ത് എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ജയിച്ചില്ലെങ്കിൽ എന്ത് എന്നുള്ളത്. അതിന് ഉത്തരം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? അല്ല, അത് ഞാൻ അങ്ങനെയൊന്നും ആലോചിക്കുന്നില്ല. നമ്മൾ ഒരു ഒരു തലേണ ഉണ്ടെങ്കിൽ കിടന്നുറങ്ങും, എന്താ കുറച്ച് കഞ്ഞിയും ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ഞാൻ ജീവിക്കും ചെയ്യും. നമ്മളിപ്പോൾ ഇത്രയും സൗകര്യത്തിൽ, ഇപ്പോൾ നിങ്ങളീ നിൽക്കുന്ന വീട് 88 വർഷം മുമ്പ് നെഹ്റു വന്ന വീടാണ്. അന്ന് അത്രയും കാലത്ത് സൗകര്യത്തിൽ ജീവിച്ചു പോകുന്ന ആളുകൾ നമ്മൾ. പക്ഷെ അന്ന് നമ്മൾ ജീവിച്ച് നമുക്ക് ഈ ചുറ്റുപാട് മുഴുവൻ കാണുന്നതും അന്ന് പച്ചപ്പാവങ്ങളാണ്. ഇപ്പോഴല്ലേ ഗൾഫൊക്കെ വന്ന് ആളുകൾ ഈ വീട്ടുമുറ്റത്ത് ഞാനിവിടെ 7ാം ക്ലാസ്സിൽ 6ൽ പഠിക്കുന്ന സമയത്ത് വലിയ 4 ചെമ്പിൽ, ഒരു ചാക്ക അരിയാണ് ഇടുക, ഒരു ചെമ്പിൽ. അങ്ങനെ അതിൽ കഞ്ഞി വെച്ചിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഇവിടെ ഉച്ച സമയത്ത് കഞ്ഞി വാങ്ങാൻ വരും. പട്ടിണിയാണ് നാട്ടിൽ, മനസ്സിലായോ? അന്ന് ആ കഞ്ഞി വിളമ്പി കൊടുക്കൽ ഉമ്മയാണ്. ഇത്രയും പണിക്കാരുണ്ടാവും. ഒരു ദിവസം ഞാൻ സ്കൂളിൽ വരും, വെറുതെ ഉമ്മാനെടുത്ത് ഉമ്മ അങ്ങനെ വിയർത്ത് കുളിച്ചാണ് ഇത് കോരി കൊടുക്കുക. അപ്പോൾ ഞാൻ ഉമ്മാനോട് ചോദിച്ചു, അത്രയും പണിക്കാരുണ്ട്, അവരെ ഏൽപ്പിച്ചിട്ട് അവരിത് കോരി കൊടുക്കുമെന്ന് വെച്ചാൽ ഉമ്മ പറഞ്ഞ മറുപടി, മോനെ അവർക്ക് പ്രാക്ക് കിട്ടും. അതായത് ഈ കോരി കൊടുക്കുന്ന സ്ത്രീകൾ കൈവേദനയായിട്ട് വാങ്ങാൻ വരുന്ന ഈ സാധുവിനെ പ്രാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഉമ്മ കോരി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ ഉമ്മാൻ്റെ മോനാ ഞാൻ. അപ്പം അതിലൊന്നും ഒരു പേടിയില്ല. അപ്പം ജനവിധിയെക്കുറിച്ച് അവസാനം ഒരു വാക്ക്. അല്ല, ജനവിധി നല്ല രീതിയിൽ ജനങ്ങളത് അനുകൂലമായിട്ട്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമല്ലേ, അതിൽ ജനം എന്നെ കൈവിടില്ല എന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു. എല്ലാ ആശംസകളും. അൻവർ വളരെ കൃത്യമായി പറയുന്നത് തൻ്റെ ഒറ്റയാൻ പോരാട്ടം തുടരുമെന്നാണ്. ഒപ്പം ജനങ്ങൾ തന്നെ കൈവിടില്ല, നിലമ്പൂർ ജനത തനിക്കൊപ്പം ഉണ്ടാകുമെന്നും അൻവർ വ്യക്തമാക്കുകയാണ്. ക്യാമറാമാൻ രാജേഷ് വള്ളരിക്കുണ്ടിനൊപ്പം അൻവറിൻ്റെ വസതിയിൽ നിന്നും ദീപക് ധർമ്മടം, 24.